ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗമാ ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗമാ ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളോട് കരുണ ചെയ്യുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി പാടുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കണമേ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവതരഫലമായ നമ്മുടെ കർത്താവിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മക്കളെ തമ്പുരാനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഫ്യൂണറൽ ഹോമിൽ വെച്ചുള്ള അവസാനത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. ഈ അവസരത്തിൽ പാട്ട് പാടുന്നതും
മൃതദേഹം കാണാനുള്ളവർക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതുമാണ്. പ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ്, ഇവിടെ സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ ആണ് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇത് വിദൂര സ്ഥലങ്ങളിലുള്ളവർക്ക് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇത് വിളിച്ച് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. അതിൻ്റെ വെബ്സൈറ്റ് www.solidactionstudio.com എന്നുള്ളതാണ്. അതല്ലെങ്കിൽ തന്നെ ഈ സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ ഇത് പിന്നീട് വേണമെങ്കിലും കാണാനുള്ള സൗകര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഷാജിയോടും മറ്റുമുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോഴ് ഒരു പാട്ട് പാടുന്നതും ഈ അവസരത്തിൽ മൃതദേഹം കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 90-ാം സങ്കീർത്തനം വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും
ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഇപ്പോൾ ഒരു പാട്ട് പാടുക. നിൽപ്പതും മോടി
ബേബി ചില അനുസ്മരണം അറിയിക്കുന്നതാണ്. I want to start a couple of verses from the Bible. In Revelation 21, it says, God shall wipe all tears across their eyes, and there shall be no more death, nor crying, neither shall there be any more pain, for the former things are passed away. ഈ ദുഃഖിത സമയത്ത്, അതായത് കുഞ്ഞുമോൻ്റെ നമ്മൾ യാത്രയയക്കാൻ തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ഞാൻ 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ, അതായത് കുഞ്ഞുമോൻ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഒട്ടും തീർച്ചയായിട്ടും അറിയത്തില്ല. ഞാൻ 2 വാക്ക് പറയണമെന്ന് കുഞ്ഞുമോൻ പല പ്രാവശ്യം ഞങ്ങൾ ജോക്ക് ചെയ്യുമ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുഞ്ഞുമോൻ പല പ്രാവശ്യം പറയാ, നീ എന്താ പറയുന്നത്, ഞാൻ മരിച്ചു കിടക്കും. ഞാൻ പറഞ്ഞു, കുഞ്ഞുമോനെ, we don't know, that is in God's hands, okay? Don't say anything. Every time when he says that. ഞാനും കുഞ്ഞുമോനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1975 ഫെബ്രുവരി മാസം ആണ് ഞാൻ ആദ്യമായിട്ട് കുഞ്ഞുമോനെ പരിചയപ്പെടുന്നത്. അതായത് കുഞ്ഞുമോൻ ഫ്ലഷിങ്ങിൽ വന്ന് അപ്പാർട്ട്മെൻ്റ് എടുക്കാൻ വരുന്ന സമയത്ത് അന്ന് തുടങ്ങിയ ബന്ധം 39-40 വർഷത്തോളം ആ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ജ്യേഷ്ഠ ബന്ധമായിട്ട് കുഞ്ഞുമോൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. അതായത് ഞാൻ എന്തു പറഞ്ഞാലും, ഒരു അനിയൻ എന്ത് പറഞ്ഞാലും കുഞ്ഞുമോൻ അതനുസരിക്കുമെന്നുള്ളത് എനിക്ക് വളരെ നിശ്ചയം. ഒരിക്കലും എന്നോട് നോ കുഞ്ഞുമോൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പല താഴ്ചകളും പല ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കുകയല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒരു വാക്ക് തർക്കത്തിനോ ഒരു സംഗതിക്കോ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഈസ് എ വെരി ഹാപ്പി പേഴ്സൺ. ഹി ഓൾവേസ് ജോക്സ് ആൻഡ് ഹി ഓൾവേസ് ലാഫ്. ആൻഡ് ഹി ഈസ് ഓൾസോ മേക്ക് അതർ പീപ്പിൾ ടു ലാഫ്. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഇനി സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ കാര്യമാണെങ്കിൽ തന്നെയും കുഞ്ഞുമോനും ഞാനും കൂടെ ഒന്നിച്ച് വളരെ നാളെ പള്ളി തുടങ്ങിയ കാലം തൊട്ടേ കുഞ്ഞുമോൻ്റെ കൂടെ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഓൾട്ടർ തുടങ്ങി ഗേറ്റ് വരെ കുഞ്ഞുമോൻ്റെ കൈപ്പദങ്ങൾ പറയാത്ത ഒരു സംഗതിയും ആ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയില്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാം. വളരെ ആവർത്തിച്ച് ഞാനത് പറയുന്നു. ഇപ്പോഴും ഞാൻ ഏത് സമയത്ത് നാട്ടിൽ പോയാലും കുഞ്ഞുമോനാണ് വന്ന് എയർപോർട്ടിൽ വന്ന് എന്നെ പിക്ക് ചെയ്ത് കുഞ്ഞുമോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെ കുഞ്ഞുമോൻ വീട്ടിൽ കൊണ്ടുവിടുകയുള്ളൂ. എനിക്ക് വേറെ ഒന്നും കുഞ്ഞുമോനെ കുറിച്ച് പറയാനില്ല. ഐ ഡോണ്ട് നോ. ഷൈജു, എമി, Shiny and Red and grandchildren. He's a great guy, I want to tell you. He's a very good friend. He's a God-fearing and church-loving person. Everybody knows that. I want to tell you something. If you need any help, anything, don't even think about that. He's God. Amarandi, and I'm with you all the time. Whenever you need something, let me know. Okay? You don't have to worry about that. I know. I want to tell you that.
we all pray God Almighty to give you strength and courage to go towards all the difficult time in your life. Now it's just time to say goodbye to my friend Kulivan. You are always in my heart, Kulivan. On behalf of me and my family, I express my condolence to Epan family all the time. Thank you. താങ്ക് യു ബേബി. ഇവിടെ ഒരു പാട്ട് പാടുന്നതാണ്. ആ അവസരത്തിൽ മൃതദേഹം കാണാനുള്ള സൗകര്യമുണ്ടായി. ശോഭയേറും നാടൊന്നുണ്ട് കാണാമേ ദൂരെ വിശ്വാസത്താൽ പാദൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തവോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭനാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖീരം രോദനമല്ലോ നിത്യ സൗഭാഗ്യമായ മക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതനുടെ സ്നേഹദാനത്തിനും വീഴ്ചയെ തരും നന്മയ്ക്കും താഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ബഹുമാനപ്പെട്ട ചെറിയാൻ പെരുമാൾ അനുശോചനം അറിയിക്കുന്നതാണ്. അദ്ദേഹം ഇടവകയുടെ സെക്രട്ടറി കൂടെയാണ്. Praise God. A person's legacy in this world is remembered with the footprints that he leaves behind in everyone's heart. The biography of Epanakul is better written in all our hearts than can be expressed in a book form. Respected lecturers, dear friends, and the Green family. My name is Cherian Perumal, and I am the Secretary of St. Gregorius Orthodox Church of India, where Epanakul has served unto the Lord most of his time. Epanakul has left a legacy that we could never forget.
Anytime we think of Epenuncle, a smile brightens upon everyone's face. That's because we all have had at least a moment in our life when Epenuncle has made our day by planting a smile on our face with his legendary jokes. He was a very knowledgeable person that he used his witness to convey any message that could be understood by anyone. Even while he was sick, he would keep everyone's spirits up with his signature smiles and beautiful words. But that's not the only thing Epenuncle is remembered for. He served the Lord in all his capacities and all his ability. We have all have abilities, and very few of us use it to good use and to the purpose of our Lord. He served the Lord as a secretary, treasurer, headmaster, and above all, he was very sincere in putting his efforts for establishing our church. He had the privilege of being the first treasurer of our church back in 1977 and served the most number of times as the secretary of our church. Epenuncle was so active in building the house of worship for the Lord that he devoted almost all his retirement life involved with it during the renovation of our church. If the bricks of our church could talk, I'm pretty sure each one of it would have a story to say about Epenuncle. He worked tirelessly in building our church even from the beginning. The blessing that the Lord has showered upon him will now be used in heaven for a greater cause. As the Secretary of Church, it is with great respect and honor that I would like to mention that Carlyle Epen was a legend, and he has definitely bred his children in the best manner useful to the work of God. His legacy will always live through generations to come, through his children and grandchildren. On behalf of the Board of Trustees, Managing Committee, and all the members of St. Gregorius Orthodox Church of India, Queens, we express our heartfelt condolences and sincere prayers to the family. ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് നന്ദി അറിയിക്കുന്നു. Hallelujah.
ബഹുമാനപ്പെട്ട തോമസ് ഗീവർഗീസ് ആ ഇടവകയിൽ നിന്ന് അനുസ്മരണം രേഖപ്പെടുത്തുന്നു. Respected Archons and my dear friends, talking about Kunjumon, we have been close friends for approximately 38 years. From flushing in the apartments to all the way back here. He's one of the very few friends whom you can trust with anything, who will be there for you no matter what time of the day, whether it's a personal matter or a church-related things. The other day I was telling Shaibi that he should be glad that he got a chance to be with him and serve him for his last days. I am glad too, because I had a chance also to be with him and chat with him for the last couple of months. We are definitely going to miss him. The family is going to miss him. The church is going to miss him. And he will be in our mind, in our memories forever. For Shaiju and family and Shiny and family, it is going to be very difficult to replace him. But if for any reason, anything at all, if we need, we will be there for you always. On behalf of our family, we express our heartfelt condolences to you. Thank you. താങ്ക് യു രാജു. ഇപ്പോൾ ഒരു പാട്ട് പാടും. ദുഃഖത്തിൻ ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കമെന്തോ തരും ആത്മക്ലേശമാതിൻ ഫലം, സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടമായി കൂടാരത്തിൻ കൂടി പോയി. ക്രൂശിനേരം മാത്രമായി ഉള്ളിലെനിക്കെന്തോ സുഖം. തേജസ്സേറും തേരോകുഴൽ കൂടാരത്തിനകത്തുണ്ട്. ശക്തിയായുമുണ്ടാകില്ലേ കൂടാരത്തിനകത്തുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു കൊക്കൂവ അനുസ്മരണം അറിയിക്കുന്നതാണ്.
അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനാണ് ബഹുമാനപ്പെട്ട അപ്പു. എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ കൺഫ്യൂഷനിലാണ്. എന്നോട് എൻ്റെ പിള്ളേരൊന്നും ആവശ്യപ്പെട്ടു, ഒന്നും പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആദ്യമേ ഞാൻ ഒഴിഞ്ഞു മാറി. പിന്നീട് ഞാൻ നാട്ടിൽ നിന്ന് ഓടിയൂടെ വന്നു, വെള്ളിയാഴ്ച വന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു സംഭവം ഇത് തന്നെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ലൈവായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ അവർ വിചാരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അങ്ങനെയൊരു അവസ്ഥയിലല്ലല്ലോ നിൽക്കും. ഞാനും അളിയനും നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനാണ് കൊണ്ട് എയർപോർട്ടിൽ നവംബർ 30 എൻ്റെ വണ്ടിയിൽ ഞാനും ഷൈനിയും എൻ്റെ മകൻ എംസവും എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ട് ലാസ്റ്റ് അന്ന് തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുമാണ് പോകുന്നത്. ലാസ്റ്റ് ജേർണി ആണോ എന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ഒരു ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. ദിസ് മേ ബി ദ ലാസ്റ്റ് ജേർണി ഫോർ യു. ഞാൻ കൂടുതൽ സംസാരിച്ച് ഒരു ഒരുപാട് സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എൻ്റെ സഹോദരിയായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുൻപ് 6 മാസം മുൻപ്, ഏകദേശം നവംബറിലാണ് കല്യാണം, 70. അതിന് മുൻപ് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. കാരണം ദൈവത്തിൻ്റെ കൂടെ പഠിച്ച എൻ്റെ നാട്ടുകാരനായ ഒരാളാണ് ബോംബെ ദാവസ്ഥാസിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് നവംബർ ആയപ്പോഴത്തേക്ക് കല്യാണമുണ്ടായി. അന്ന് ഞാനിത് ഓർക്കാൻ കാര്യം, അന്ന് കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് കൊണ്ട് വിടുന്നത്. അന്ന് കൊണ്ട് വിട്ടതിൽ ഞാനും ലീല എന്ന് പറയുന്ന എൻ്റെ സഹോദരിയുടെ കൂടെ പഠിച്ച ആളും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് വിട്ടിട്ട് പോകുന്നതൊക്കെ ഇപ്പോൾ ലീല ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിൽ ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ആ ഒരു റീസണാണ് ഞാനും പിന്നെ പുറകെ കൂടിയത്. അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും പള്ളിയിലും അസോസിയേഷൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും നാട്ടിലുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ പ്രായാധിക്യം, മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഞാനും നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പോലെ അല്ലെങ്കിൽ എല്ലാ ആഴ്ച പോലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് തോന്നിയത് കഴിഞ്ഞ ഓണം, അതൊരു ലാസ്റ്റ് സെലിബ്രേഷൻ പോലെ ഇപ്പോൾ എല്ലാവരും പറയും. കാരണം അതിനു മുമ്പ് ഓണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ബോംബെയിൽ അവർ വന്നിട്ടുണ്ട്. കാരണം മണറാട് പെരുന്നാളിന് എല്ലാവരും അവർ വരാറുള്ളതാണ്. പിന്നെ സിസ്റ്റർ ഫാമിലി അവർ വന്നിട്ടുണ്ട്. ഓണത്തിന് 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് അവിടെ ഓണമൊന്നും വേണ്ട, ഇവിടെ ആണ് ഓണം, ബോംബെക്കാരൊക്കെ ഇവിടെയുണ്ട്, അവരത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഞാനും വൈഫ് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഊണ് കഴിഞ്ഞ് പെട്ടെന്ന് പോരാം. പക്ഷേ അവിടെ വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു ഓണത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള റിലേഷൻസിൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ട്. മറ്റ് സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നവരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാമ്മയുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടി ചില എൻ്റർടൈൻ പരിപാടികൾ അവിടെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ വീട് പോകാൻ വേണ്ടി ഞാനും ഭാര്യയും കൊണ്ട് വഴിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്, ഇനി അവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പോകേണ്ടത് എല്ലാ എമർജൻസിയാണ്, തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ചെന്നിരിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്കും അവസാനം ഒരു സാരി ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഒരു സംഭവം എന്താണ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായത് എന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. കാരണം ഒരു ലാസ്റ്റ് സെലിബ്രേഷൻ പോലെ ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് അപ്പോഴും ഇദ്ദേഹം ചികിത്സയിലാണ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹോമിയോപ്പതി മസാജ് തിരുമിക്കലിന് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒത്തിരിയും വേദനയൊക്കെ ഉണ്ടെങ്കിൽ വിരമിക്കാൻ പോകുന്നത് നല്ലതാണോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായി. ഒന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വിരമിക്കാൻ പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് സഹിക്കാൻ മേലാത്ത വേദന തുടങ്ങി. പെട്ടെന്ന് തിരിച്ചു പോകുന്നു. ജ്യേഷ്ഠൻ്റെ മകനാണ് എപ്പോഴും കൊണ്ടുപോയി വന്നു. വണ്ടിയുടെ ഡ്രൈവറായിട്ട് അവനാണ് എപ്പോഴും കൂടെ പോകുന്നത്. അങ്ങനെ വന്ന് തിരിച്ചു പോകുന്ന എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോഴാണ് ഞാനും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, നമുക്ക് ന്യൂറോളജിയെ കാണണമെങ്കിൽ എങ്ങനെ കാണണം, അങ്ങനെ കാണണം. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ മാഞ്ഞൂരാൻ എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് കണക്ഷനുണ്ട്, അദ്ദേഹത്തെ വിളിക്കാം. പക്ഷേ ഇവരൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ മാസത്തിലൊന്നൊക്കെ 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു. ഇത് ആർത്തറൈറ്റിസിന് സ്പെഷ്യലിസ്റ്റ് ഒരാൾ അമൃതയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു. അമൃതയിലുള്ള ആളുകളായിട്ടും അത് ചങ്ങനാശ്ശേരിയിൽ മാസത്തിലൊന്നുണ്ട്. അത് ഈ അടുത്ത ആഴ്ചയിൽ വരുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ് വേറൊരു വളഞ്ഞ വഴി കൂടി എടുത്തിട്ടുണ്ട് എന്നൊക്കെയും പറഞ്ഞു. അപ്പോഴെന്നോട് വിളിച്ചു പറഞ്ഞു, നിൻ്റെ വണ്ടി വേണം, കാരണം ഇച്ചിരി പൊക്കത്തിലിരിക്കുക, വണ്ടി ഡ്രൈവറും വേണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോയി. അവിടെ ചെല്ലുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു ചെയർ എടുത്തുകൊണ്ട് ചെയറിലിരുത്തിക്കൊണ്ട് ഡോക്ടർ ഷാ എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിന് അമൃതയിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് അമൃതയിൽ അഡ്മിറ്റ് ആവുന്നത്. ഒരാഴ്ച കൊണ്ടെല്ലാം മനസ്സിലായി ഇത് ക്യാൻസറാണ്, തുടക്കമാണ്. പിന്നീട് ഒരു വലിയ വലിയ സംഭവങ്ങളാണ് നടന്നത്. പെട്ടെന്ന് എൻ്റെ മൂത്ത മകനും ഷൈനിയൊക്കെ കൂടെ ഇവിടുന്ന് ടിക്കറ്റ് കൊടുത്ത് അങ്ങ് പോരുകയായിരുന്നു. അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ വലിയ ടെൻഷൻ. അതായത് പള്ളിക്കാരെല്ലാം അറിഞ്ഞു. അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ക്യാൻസറാണെന്ന്. എനിവേ വളരെ മൈൽഡായിട്ടത് ഷൈനി കൈകാര്യം ചെയ്തു. ഒറ്റയ്ക്ക് കയറിയിരുന്നു, സംസാരിച്ചു. ഇങ്ങനെ ക്യാൻസറാണെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞാണ് സമാധാനിപ്പിക്കുന്നത്, അതായത് സമ്മതിപ്പിക്കുന്നത്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാണ് ഞാനും പിന്നെ അങ്ങോട്ട് ചെന്നത്. കാരണം ഇത് എന്തോ ആയിട്ട് വരും, എന്തായിട്ട് തീരും, സമ്മതിക്കുമോ അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിയുമ്പോഴത്തെ പ്രശ്നം എന്താണ് എന്നുള്ളതൊക്കെ. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചു. പിന്നീട് പെട്ടെന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കണമായിരുന്നു. ലോയറെ വിളിച്ചു, ആ കാര്യങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരാഴ്ച എൻ്റെ മകനായിരുന്നു ഡോക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. കൂടെ തന്നെ മുറിയിൽ തന്നെ വേറെ ചെറിയപ്പെട്ടിട്ട് കിടക്കുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാനും സമാധാനിച്ചു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്മാരിങ്ങനെ വരുമല്ലോ എന്നൊക്കെ ഞാനും ഓർത്തു. എനിവേ അതെല്ലാവർക്കും ഒരു താല്പര്യമുള്ള, അവിടെ എല്ലാവർക്കും സർപ്രൈസായി പിള്ളേരിങ്ങനെ വന്ന് ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അമേരിക്കയിൽ നിന്ന് പിള്ളേർ മരിച്ചാൽ പോലും മരിയാണെന്നാണ് കേൾക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇവരെല്ലാം വന്നിരുന്നു. അതും എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു. കാരണം കൊച്ചുമക്കളൊന്നും അവിടെ വരത്തില്ല, ഓടിയൊന്നും അവർ ടെലിഫോൺ കോൾ എന്നൊക്കെ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. അതിനും വളരെ സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ. അവസാനം എംസനായിരുന്നില്ല എൻ്റെ മൂത്ത മകൻ. അവൻ പറയുന്ന പോലെ കേൾക്കുക, അവൻ പറയുന്ന പോലെ നടക്കും. അവൻ അതിൻ്റെ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് വേറെ കയറ്റുന്നതും അവസാന ഭാഗമൊക്കെയും. അവസാന ഭാഗം ഒരു വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം, ബോംബെയിലുള്ളവരെ. അവരൊക്കെ കൂടെ അവരെല്ലാവരും വന്നിരുന്നു. പക്ഷേ അവരൊക്കെ എല്ലാം അറിയാമെങ്കിലും ഇദ്ദേഹത്തെ ഇത്ര സീരിയസ് ആയിട്ട് അറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരെല്ലാം വെങ്ങിപ്പൊട്ടി നിന്നിരുന്നത്. വെങ്ങിപ്പൊട്ടി ഹൃദയത്തോടും മനസ്സോടും ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവസാനത്തെ പട്ടിയുടെ യാത്ര പറച്ചിലാണ് എല്ലാവരും കരഞ്ഞു പോയത്. ആ പട്ടിയുടെ അവിടെ ചെന്നിട്ടുള്ളവർക്ക് അറിയാം എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നു. അങ്ങനെ നവംബർ 30 വൈകിട്ട് ഞാനും ഷൈനും എംസനും ഒരു വണ്ടിയിലും അളിയനൊരു വണ്ടിയിൽ, എൻ്റെ ഒരു കസിൻ ഒരു ട്രാഫിക്കും ഉണ്ടാക്കുന്നു. വേറെ വണ്ടികൾ പുറകെയുണ്ട്. അങ്ങനെ ആക്കി ഞാനും അകത്ത് കയറി, അനുവാദം ചോദിച്ച് അകത്ത് കയറി. ഇങ്ങനെയൊക്കെ കണ്ടു വിട്ടതാണ്. പിന്നീട് ഏകദേശം ഒരു 2-3 വർഷക്കാലം ഇങ്ങനെ പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു ആദ്യമേ ഉണ്ടായത്. പക്ഷേ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചു. പിന്നീട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെയും ഓരോരുത്തരും ചെന്നൊന്നും ഈവൻ ലാസ്റ്റ് സൺഡേ വരെയും ചിരിച്ചെല്ലാവരെയും ഞാൻ പള്ളിയിൽ ചെന്നപ്പോഴും പറഞ്ഞു, എല്ലാവരുമായിട്ട് ഇങ്ങനെയാണ് പോയി, ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശരിയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. റിയാലിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഓടി വന്നു. ബാക്കി കാര്യങ്ങളൊക്കെയും പിള്ളേരിവിടെ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാനൊന്നും ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഒന്ന് സംസാരിക്കുന്നുണ്ട എന്ന് തന്നെ പറഞ്ഞത്. എനിവേ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതിനും സാധിച്ചു.
ഇതിൻ്റെ ബിഹൈൻഡിൽ ഈ അറേഞ്ച്മെൻറ്റിൽ ഒത്തിരിയും ആൾക്കാരുടെ ഹെൽപ്പുകൾ, സഹായങ്ങൾ, പിന്നെ ഇവിടെ 2 മാസം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ ഒക്കെ കിട്ടി. അവരോടെല്ലാം നന്ദി അറിയിക്കുന്നു. ലാസ്റ്റ് ജേർണിയിൽ അളിയനോടുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനയും യാത്രയുണ്ടാകട്ടെ, ഉണ്ടായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സഹകരണത്തിനൊരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടുന്നതാണ് മൃതദേഹം കാണാനുള്ള സൗകര്യം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു. നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വാർത്തലേ രക്ഷപ്പെട്ടോരത്തേരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭകാരിപ്പാനുയർത്തുക. ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. കർത്തൻ പേർക്കൊരാപകലധ്വാനം ഞാൻ ചെയ്തില്ലെങ്കിൽ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിലെന്റെ വേലത്തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭകാരിപ്പാനുയർത്തുക. ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും.
പകലദ്വാരം ഞാൻ ചെയ്യുന്നേ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേരിളിക്കും നേരം കാണുമെൻ പേരും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും എൻ പേരും. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടെന്നാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾ ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനല്ല എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്നവരുടെ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവൻ, അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്ത അവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിന്മേലും സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ
എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവി, പാപം ചെയ്യാതിരിപ്പി. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർത്തുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാക്കുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലത്തിന്റെയോ വെറും മണി എത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒന്നുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാവുകയും. ഇപ്പോഴൊരു പാട്ട് പാടുന്നതാണ്. സ്വർഗയാ
യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോൻ നിശ്ചയം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുക്കും. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുക്കും. രാത്രിയാമറിയ വെട്ടപ്പെട്ടോടിരുന്നു. ആലിയൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മരണ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈപ്പനെ പോലെ ഒരു നല്ല സുഹൃത്തിനെ, ഒരു നല്ല സ്നേഹിതനെ, ഒരു നല്ല സഹോദരനെ എനിക്ക് ദാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ആരംഭിക്കട്ടെ. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മാത്യു കൊക്കുറായോടുള്ള സന്തോഷം അറിയിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് നല്ല ഒരു യാത്രയപ്പിനായിട്ട് ഓടിയെത്തിയതിലുള്ള സന്തോഷം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വലുത്. ബഹുമാനപ്പെട്ടവരായ ഷൈജു, ഷൈനി, റേ തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായ ഒരു സഹകരണവും പ്രാർത്ഥനയും ശുശ്രൂഷയും, അതിലെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള നല്ല മനസ്സും കാണിച്ചതിലുള്ള സന്തോഷം അറിയിക്കും. ഇടവകയായിട്ട് ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി തുടങ്ങിയവരൊക്കെ നല്ല ഒരു യാത്രയത്തിന് വേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടും നല്ല സന്തോഷം അറിയിക്കട്ടെ. ഇതിൻ്റെ ഗായക സംഘങ്ങൾ, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഷാജി, അവരുടെ പ്രവർത്തനങ്ങൾ, ശബ്ദവും വെളിച്ചവും ഒക്കെ തരുന്ന സജി, ആ പ്രിയപ്പെട്ടവർ, അവരോടൊക്കെ ഈപ്പൻ്റെ നാമത്തിലുള്ള സന്തോഷം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ആദ്യമായിട്ട് ഞാൻ ഈപ്പനെ കാണുന്ന ഒരു രൂപം, ഈ കണ്ണും പല്ലും മാത്രം കാണാം പുറത്ത്, ബാക്കി മുഴുവൻ സിമെന്റ്. ഞാൻ ആ പള്ളിയുടെ ആദ്യത്തെ പണി നടക്കുന്ന സമയത്ത്, അന്ന് ഞാൻ ആ പള്ളിയുടെ ചുമതലയിലില്ല, ചുമ്മാതെ അതുവഴി പോകുമ്പോൾ പള്ളി ഇവിടെ പണി നടക്കുകയാണല്ലോ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ അവിടെ സിമെന്റ് കൂട്ടുക, ശരീരം മുഴുവനും സിമെന്റ്, സിമെന്റിന്റെ പൊടി.
അപ്പോൾ വളരെ സ്നേഹ ആദരപൂർവ്വം എന്നെ വെൽക്കം ചെയ്തു. ഞാൻ കൈ കൊടുക്കാൻ അങ്ങോട്ട് പറഞ്ഞു, പിടിക്കുകയൊന്നും വേണ്ട, അച്ഛൻ്റെ മേത്തും ശ്രമിക്കാം. എന്തോ ഒരു സ്നേഹമുള്ള ഒരു ചിരി. അതിനപ്പുറമായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന സ്നേഹം കൊണ്ട് നമ്മെ കെട്ടിപ്പിടിക്കുന്ന ഒരനുഭവം. അതിനുശേഷം പലപ്പോഴും ഈപ്പനെ കാണാനിടയായിട്ടുണ്ട്. ഇവിടെ പലർക്കും അറിയാവുന്നതുപോലെ ആ ഇടവകയുടെ നിസ്സാരങ്ങളും സാരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈപ്പനൊരു ശക്തിയായ അഭിപ്രായം, അതിന് യാതൊരു മാറ്റമില്ല. ഒരു നിലപാടെടുത്താൽ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് ഈപ്പനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇടവകയുടെ ചുമതലയിലാകുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട രാജുവിൻ്റെ വീട്ടിൽ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചില മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ഈപ്പൻ അവിടെയുണ്ട്. ദീർഘനേരം വർത്തമാനം പറയാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ആ ഇടവകയുടെ ചുമതലയിലേക്ക്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും സെക്രട്ടറി ആയിട്ടും ട്രസ്റ്റി ആയിട്ടും മറ്റു ചുമതലകളിലൊക്കെ ആ ഇടവകയുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ എഗ്രിമെന്റും ഡിസഗ്രിമെന്റും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സമയവും പല കാര്യങ്ങളും ഡിസഗ്രിമെന്റേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ആഴമായ സ്നേഹത്തിന് ഒരു വിഘ്നവും ഉണ്ടായിട്ടില്ല. ഒരിക്കല് ഏതോ ഒരു സന്ദർഭത്തിൽ ഈപ്പൻ എനിക്ക് വഴക്ക് പറയേണ്ടി വന്നു. വഴക്ക് പറഞ്ഞിട്ട് ഞാൻ താഴോട്ടിറങ്ങിയപ്പോൾ എന്നെ കുറിച്ച് ഓരോന്നൊക്കെ പറയുക. ഞാനതൊക്കെ കേട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം മുമ്പിൽ വന്ന് മണിയടിച്ച് വീട്ടിൽ കേട്ടു. നോക്കിയപ്പോൾ ഈപ്പൻ പള്ളി വെച്ച് പറഞ്ഞതൊക്കെ പുള്ളി അങ്ങ് മാറും. ഞാൻ ഈ അടുക്കള ചെന്ന് കൊച്ചമ്മ എന്നാ ഉണ്ട് കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും കഴിക്കാൻ. എന്നാ പിന്നെ ഇവിടെ കിടപ്പായി. ആ സ്നേഹത്തിൻ്റെ ആഴം. ഞാൻ ആ ഈപ്പനെ വഴക്ക് പറഞ്ഞത്, പക്ഷെ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ഇങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹമുള്ളവർക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്യാനാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ചെന്ന് നമ്മൾ നിരപ്പായിട്ട് വേണം വിശുദ്ധ കുർബാനയ്ക്ക് വരാനെന്നാണ് പറയുന്നത്. എൻ്റെ അറിവിൽ, എൻ്റെ സ്നേഹത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ സാധാരണ പരുമല പള്ളിയിലും പുതുപ്പള്ളി പള്ളിയിലും മണർകാട്ടും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ചെല്ലുന്ന സമയത്തൊക്കെ ഈപ്പനെ വിളിക്കും. എനിക്ക് മുമ്പ് ദൈവമായിട്ടുള്ള സ്നേഹം അറിയിച്ചതൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ വിളി കാത്തിരിക്കാൻ. അവിടെ ചെന്നാൽ നല്ല ഭക്ഷണവും വിശ്രമിക്കാനുള്ള സൗകര്യവും മാത്രമല്ല, എന്ന് അവിടെ ചെന്നിട്ട് മടങ്ങിപ്പോകുമ്പോഴും എന്തെങ്കിലും ഒരു സമ്മാനം തരാതെ അദ്ദേഹം വിളിക്കില്ല. അത് സ്നേഹപൂർവമായിട്ടുള്ള അന്വേഷണത്തോട് ചേർന്ന. നാട്ടില് ഞാനായിരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യമോ പ്രാർത്ഥനയോ ഉണ്ടെങ്കിൽ ആദ്യം എത്തുന്നത് എൻ്റെ ഇടവകയിലെ മറ്റ് പ്രിയപ്പെട്ടവരെ പോലെ തന്നെ ഈപ്പനുമായിരിക്കും.
അത് സാധാരണ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവല്ല. ഈപ്പൻ അവിടെ വരികയാണെങ്കിൽ പിന്നെ ഈപ്പൻ അതിന്റെ ചുമതല അങ്ങ് ഏറ്റെടുക്കാൻ ചെയ്യും. എൻ്റെ മക്കളുടെ വിശുദ്ധ പട്ടംകുട ശുശ്രൂഷ ദേവലോകത്ത് വെച്ച് നടക്കുമ്പോൾ അതിന് മുമ്പും പിൻപും പരിശുദ്ധ ബാവാതിരുമേനിയെ നേരിട്ട് കണ്ട് ഈ അച്ഛന്മാരുടെ കാര്യം പറയാനും അതിലെല്ലാം ഉപരി ആ പട്ടംകുട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നടന്ന അനുമോദന സമ്മേളനത്തിൽ ശക്തിയോടെ വന്ന് ഈ ഇടവകയ്ക്ക് വേണ്ടി ഇവരെ അനുമോദിക്കാനും ഈപ്പിന് കഴിയും. കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛനെ എവിടെയെങ്കിലുമൊക്കെ വല്ല പാർട്ടിക്ക് പോകുമായിരിക്കും അച്ഛന്മാരെ കൊണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലായിരിക്കണം ആദ്യത്തെ പാർട്ടി. ഒരു പട്ടം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് വേറെ എങ്ങും പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയെ സംബന്ധിച്ചൊന്നും ഈ അവസരത്തിൽ പറയുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എങ്കിലും വളരെ ശ്രേഷ്ഠമായ ഒരു സ്വീകരണം ഞങ്ങൾക്ക് തന്നത് സന്തോഷത്തോടെ ഓർക്കുകയും അദ്ദേഹത്തോടും ദൈവത്തോടും നന്ദി അറിയിക്കുകയും ചെയ്തു. വ്യക്തിപരമായിട്ടുള്ള അനേക കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയാനുണ്ട്. എങ്കിലും എൻ്റെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് പ്രവേശിച്ചു. ഈപ്പനെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരാളാണ്. ഇടവകയുടെ ആവശ്യം സംബന്ധിച്ച് ഒന്നിനും ഒരു കുറവുണ്ടാകാതിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരാളായിരുന്നു ഈപ്പൻ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരും പറഞ്ഞതുപോലെ ആ പള്ളി തുറന്ന് കയറിയാൽ പരിശുദ്ധനായ പരിമലത്തിനുടെ എണ്ണഛായ ചിത്രം വെച്ചിരിക്കുന്നത് തുടങ്ങി അതിന്റെ ഭിത്തികളിൽ കൂടെ നടന്ന് ചെന്ന് വിശുദ്ധ ത്രോണോസിന്റെ മുമ്പിൽ ചെല്ലുന്നത് വരെ ഈപ്പന്റെ കരങ്ങളില്ലാത്ത ഒരു സ്ഥലവും ആ പള്ളിയിൽ. ആ പള്ളിക്ക് ആവശ്യമായിട്ടുള്ള തിരശ്ശേലകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നിട്ട് ഒരിക്കൽ ഞാൻ തന്നെ പറയുണ്ടായി, ഈപ്പനെ ഇനി പള്ളിക്ക് മറയുടെ ആവശ്യമില്ല. ഏതൊരു സാധനമാണെങ്കിലും, പ്രത്യേകിച്ച് പള്ളിയുടെ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇതിനൊന്നും ഒരു മടിയില്ല. പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ സന്തോഷമായിരുന്നു. എന്നാൽ നമ്മളൊരു നന്ദി പറയുന്നതോ അതിനൊരു പാരിതോഷികം കൊടുക്കുന്നതോ ഈ നല്ല കാര്യം ചെയ്യുന്നു പറയുന്നൊന്നും കേൾക്കാനൊന്നും പുള്ളിക്ക് വലിയ താല്പര്യം. അതിപ്പോ പറഞ്ഞാൽ പറഞ്ഞു, പറഞ്ഞില്ല, പക്ഷെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നല്ല പ്രാർത്ഥനയുള്ള, നല്ല വിശ്വാസമുള്ള, ദൈവകൃപ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് മിക്കവാറും വിളിക്കും, അന്വേഷിക്കും. അഥവാ ഞാൻ വിളിക്കാൻ താമസിച്ചാൽ എന്നെ വീട്ടിൽ വിളിച്ച വിവരം അന്വേഷിക്കും. കുറച്ച് നാളായിട്ട് വിളി വരാതിരുന്നപ്പോഴാണ് ഞാൻ മാത്യു കൊക്കോറയുടെ വിവരം അന്വേഷിച്ചത്. ഇപ്പൊ പറഞ്ഞ അളിയന് തീരെ മേലെ ആ ഒരു സിറ്റുവേഷനാണ്, ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോഴേ കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠന്റെ മകനോ മറ്റോ ഫോൺ എടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇപ്പം ഒന്ന് കൊടുക്കണമല്ലോ, അദ്ദേഹത്തിന് ഇപ്പോഴേ വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് വിളിക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോഴും അന്നേരം വർത്താനം പറയാൻ വലിയ പ്രയാസം. ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഈ സമയത്ത് വിളിക്കും. അപ്പോഴത്തേക്ക് നല്ല ആരോഗ്യമായിട്ടാണ്. എനിക്ക് ഈപ്പനോട് വർത്താനം പറയുന്നത് ഇങ്ങനെ വർത്താനം പറയണ്ട, നല്ല ശക്തിയായി വർത്താനം പറയണം.
ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. അടുത്ത ദിവസം ഞാൻ വിളിച്ചു. അതിപ്പോൾ ചോദിച്ചു, എന്നാ വിശേഷം? ഓ, എന്നാ ആകെ പോക്കാം. ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞു? അതിവിടുത്തെ ഡോക്ടർമാരൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞു, ഏതവസ്ഥയായാലും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അച്ഛനൊരു കാര്യം ചെയ്താട്ടെ, ഷൈജുവിനോടൊന്ന് വർത്താനം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഷൈജുവിനെ വിളിച്ച് വർത്താനം പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. പെട്ടെന്ന് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരത്തക്കവണ്ണം യാതൊരു മടിയും കൂടാതെ ഷൈജു കുടുംബം എല്ലാവരും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടു. കൊളംബിയ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് എന്നാ ഫലിതം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന ഒരു മനുഷ്യൻ പോലും ഈ പിന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു രോഗമുള്ള ഒരാളായിട്ട് പറഞ്ഞിട്ടില്ല. വേദനയുണ്ട്, പ്രയാസമുണ്ട്, രോഗത്തെ കുറിച്ചുള്ള നല്ല ബോധ്യവുമുണ്ട്. എന്നാൽ പോലും വരുന്ന ഒരു മനുഷ്യനെ പോലും, കാണാൻ വരുന്ന ഒരു മനുഷ്യനെ പോലും അദ്ദേഹത്തിന്റെ വേദന അറിയിക്കാതെ നല്ല ധൈര്യമുള്ളവനായിട്ട്, പ്രത്യാശയുള്ളവനായിട്ട്, പ്രാർത്ഥനയുള്ളവനായിട്ട് എല്ലാവരെയും ദൈവസ്നേഹത്തിൽ ആകർഷിക്കാൻ കഴിഞ്ഞ സ്നേഹത്തിന്റെ ദൈവകൃപയുടെ ഒരു ഉടമയായിരുന്നു ശ്രീജിത്ത്. മുമ്പ് പറഞ്ഞതുപോലെ ഈ വാത്സല്യ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ എത്ര ഭാഗ്യവാനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മക്കളൊക്കെ സമയമെടുത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ, പ്രിയപ്പെട്ടവരൊക്കെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കാൻ, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരാതെ എല്ലാം ഭംഗിയായിട്ട് നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം അദ്ദേഹത്തിന് കൊടുക്കും. ഒരിക്കലെ ഞാനും എൻ്റെ ഭാര്യയും അദ്ദേഹവും മാത്രമായിരിക്കുന്ന ഒരു സമയത്ത് ദീർഘനേരം വർത്താനം പറയുകയുണ്ടായി. ഒന്നും ബാക്കി വെച്ചിട്ടല്ല ഞാൻ പോന്നിട്ടുള്ളത്. ചുമതലകളൊക്കെ ഭംഗിയായിട്ട് ഞാൻ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കടന്നു പോകുന്നതിനൊന്നും ഒരു പ്രയാസവുമില്ല. പിന്നെ അല്പം വേദനയുണ്ട്, അത് സാധാരണയായിരിക്കും, ഇല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു, ഇയാൾക്ക് കാര്യമായിട്ട് വേദനയൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് വേദനയായാലും പ്രയാസമായാലും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു മാറ്റത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്താണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരൊറ്റ പ്രാർത്ഥന പോലും മരിച്ചുപോയവരെ ബഹുമാനിക്കാത്ത, അവരുടെ സ്നേഹം ഉൾക്കൊള്ളാത്ത, അവരുടെ സാന്നിധ്യം അനുഭവിക്കാത്ത പ്രാർത്ഥനയില്ല. അത് വീട്ടിൽ വെച്ചായാലും, പള്ളിയിൽ വെച്ചായാലും, പൊതുസ്ഥലത്ത് വെച്ചായാലും, എവിടെ ഒരു പ്രാർത്ഥന നടത്തിയാലും ആ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവര് സജീവരായിട്ട് കൂടും. എനിക്ക് വളരെ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് ഇവിടെ ശുശ്രൂഷക്കാരി വായിച്ചത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാമത്തെ വാക്യം, 15-ാമത്തെ അധ്യായം.
അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഇപ്പൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർക്കും. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. In a moment, in the blinking of an eye, at the last trumpet, for the trumpet will sound, and the dead will be raised imperishable, and we will be changed. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്താറില്ല. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഒന്ന്, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ബാക്കി ആരും ഓർക്കുന്നുണ്ടോ? ദേഹികളെയും ശരീരങ്ങളെയും. അപ്പൊ ആത്മാവിനെ നമ്മൾ ഓർക്കുന്നുണ്ട്, ദേഹിയെ ഓർക്കുന്നുണ്ട്, ഈ ശരീരത്തെയും ഓർക്കുന്നുണ്ട്. ഈ ശരീരം വിട്ടുള്ള ഒരു പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും ദൈവം കൊടുത്ത ജീവന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമ്മിലുണ്ടോ അത് മുഴുവനും രൂപാന്തരപ്പെടണം. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ഈ ലോകത്തിൽ നിന്ന് മറ്റേ ലോകത്തിലോട്ട് പോകുമ്പോഴുള്ള ഒരു ട്രാൻസിഷനിൽ ഒരു ചേഞ്ചുമില്ല. അത് തന്നെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. നാം അക്ഷയരായിട്ട് എഴുന്നേൽക്കും, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതിന് എനിക്കെപ്പോഴും ശക്തി നൽകുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും സംഭവം. ഒരു സാധാരണ കുടുംബം, പക്ഷെ അവിടെ അസാധാരണമായി ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനും ദൈവം സ്നേഹിച്ച ഒരു കുടുംബവുമായിരുന്നു അത്. അദ്ദേഹം മരിച്ചു. സാധാരണ ചെയ്യാറുള്ളത് പോലെ കബറടക്കം നടത്തി. ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് ശേഷം യേശു തമ്പുരാൻ അവിടെ വന്നു. ഞാനിവിടെ അനൗൺസ് ചെയ്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. ഇപ്പോഴൊരു പാട്ട് പാടുന്നതാണ്. ഈ അവസരത്തിൽ മൃതശരീരം കാണാനുള്ള സൗകര്യം ഉണ്ടായി. ഇത് ഈ അടുത്ത സമയത്താണ് എൻ്റെ അമ്മ മരിച്ചത്. അന്നേരം ആ പള്ളിയിലെ വികാരി അച്ഛനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ പിതാവ് മരിച്ചു പോയി. അന്നേരവും ഇത് തന്നെയാണ് പറഞ്ഞു. ഇവിടെ ഒരു പാട്ട് പാടും, മൃതശരീരം കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ യേശു അതന്നെ പറഞ്ഞു. മരിച്ച് 4 ദിവസം കവറിൽ കിടന്ന ഒരു മൃതശരീരത്തെ നോക്കിക്കൊണ്ട് യേശു പറയാണ്, ലാസറേ പുറത്തു വരിക. 4 ദിവസം കഴിഞ്ഞാലും 5 ദിവസം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ലാസർ തന്നെയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള സഹോദര സഹോദരി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവന് മരണമില്ല. മരണത്തെ വേറൊരു ട്രാൻസ്ഫോംഡ് സ്റ്റേജിലേക്ക് ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇവന്റെ ആത്മാവിനെയും ശരീരത്തെയും ദേഹത്തെയും നീ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, കാഹളനാദം ധ്വനിക്കും. പെട്ടെന്ന് ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് അക്ഷയരായി ഇൻപെരിഷബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ.
വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗത്ത്, നിന്റെ കണ്ണ് നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ചൂണ്ടെടുത്ത് കളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നിത്യജീവനിൽ ചെല്ലുന്നതാണ് നിനക്ക് നല്ലത്. അപ്പൊ ദൈവം സൃഷ്ടിച്ച ശരീരത്തെ സംബന്ധിച്ച് ദൈവത്തിന് നല്ല വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ആരെങ്കിലും ദൈവത്തിന്റെ ഈ മന്ദിരം നശിപ്പിച്ചാൽ, നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തമായ ധാരണയോടെ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നടക്കത്തക്കവണ്ണം ജീവിതത്തെ നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായിരുന്നു സ്നേഹമുള്ള ഈപ്പന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ആഴമായി വരുന്ന പ്രാർത്ഥനയിലും കണ്ണുനീരിലും അതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ആരും മുറിയിലില്ലാതിരിക്കുന്ന സമയത്ത് നെടുവേർപ്പെട്ട് കരയുമായിരുന്നു. ശാരീരികമായ വേദനകൾ മാത്രമല്ല, ഇനിയും അധികം നാൾ ഈ ലോകത്ത് ജീവിക്കാനില്ല. അത്രമാത്രം രോഗം എന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കൈവിടാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ശക്തനായി, ധൈര്യമുള്ളവനായി, സന്തോഷമുള്ളവനായി എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും തലമുറയായി അനുഗ്രഹം കൊടുപ്പാനൊക്കെ വേണം ദൈവസന്നിധിയിൽ നിൽപ്പാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. മരണദുഃഖത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ച അതേ വാക്കുകളെ ആശ്വാസമായി എനിക്കും പറയാനുള്ളൂ. കാരണം മരണമുണ്ടാക്കുന്ന വേദനയും വിടവും മറ്റൊന്നുകൊണ്ടും നികത്താൻ ഒക്കുകയില്ല. പക്ഷേ മരണത്തിനപ്പുറമായി ദൈവം നൽകുന്ന സ്നേഹവും സന്തോഷവും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. നമ്മുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അറിവിനോ കഴിവിനോ വിശ്വസിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയാനൊക്കാത്ത ഒരു വലിയ സമാധാനം, അത് ദൈവസ്നേഹത്തിൽ അനുഭവിച്ചറിയാനേ നമുക്ക് കഴിയും. ഒരുപക്ഷെ അവിടെ മരണമുണ്ടാകാം, രോഗമുണ്ടാവാം, ദുഃഖമുണ്ടാവാം. അവിടെയൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, മകനെ മകളെ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈപ്പനെ എന്ന് വിളിച്ച് കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുന്ന ആ ഒരു അനുഭവം ആശ്വാസം തരട്ടെ പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ പ്രാർത്ഥന വീണ്ടും അറിയിക്കുന്നു. ഇപ്പോഴൊരു പാട്ട് പാടാവുന്നതാണ്. പൊതുശരീരം കാണാനുള്ള സൗകര്യം. ഭൂമിയെന്നോരാ
ദൂതരും മാറി മാറി ഉണർന്നു പോ. ആദിവ്യാധികൾ വന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും നന്മ തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാനും നാഥന്റെ കൂടാതെ കർത്താവേ എത്തിയാലെത്തി സന്നിധേ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എങ്കിലും തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നോർപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്രയെത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകും